പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വാ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നമസ്കാരം പൂർത്തിയാക്കിയ ശേഷം സ്വഹാബാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ആ സംസാരത്തെക്കുറിച്ച് സാക്ഷികളായ സ്വഹാബാക്കൾ പറയുന്നുണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോക്ഷവും ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും വല്ലാണ്ട് നമ്മൾ വറങ്ങലിപ്പിച്ചു പോയ ഒരു പ്രഭാഷണമായിരുന്നു. റസൂലുള്ളാഹി ശബ്ദമുയർത്തി എന്നതിൻ്റെ ആ തീവ്രത പറയാൻ വേണ്ടി പ്രയോഗിച്ചൊരു വാചകമെന്നുള്ളത്, പള്ളിയിൽ എത്തിപ്പെടാതെ ബീഡകങ്ങളിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകൾ പോലും റസൂലിൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന വിധം ഉച്ചത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിതീവ്രമായ ഭാഷയിൽ ചില കാര്യങ്ങൾ നമ്മളോട് പ്രഭാഷണത്തിലൂടെ ഓർമ്മപ്പെടുത്തി. അതിൽ പ്രധാനമായും പ്രവാചകൻ പറഞ്ഞ വാചകം യാ മാശറ മൻ ആമന ബിലിസാനിഹി. ആ വാചകങ്ങൾ ഇങ്ങനെയാണ്: നാവ് കൊണ്ട് വിശ്വസിച്ചവരെ, ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ചവരെ ലാ തുഉദുൽ മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളെ ദ്രോഹിക്കാൻ നിൽക്കരുത്, നിങ്ങൾ വിശ്വാസികളെ ദ്രോഹിക്കരുത്. വലാ തത്ബഉ ഔറാതിഹിം, നിങ്ങൾ വിശ്വാസികളെ രഹസ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കാനും പാടില്ല. വിശ്വാസികളെ രഹസ്യങ്ങൾ അന്വേഷിക്കുകയും അത് പറഞ്ഞുകൊണ്ടും പരത്തിക്കൊണ്ടും വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ വിശ്വാസികളെ നിങ്ങൾ വെച്ചു പുലർത്തരുത്. അങ്ങനെ ഔറാതിഹിം, ആരെങ്കിലും വിശ്വാസികളുടെ കുറവുകളും രഹസ്യങ്ങളും സ്വകാര്യതയും അന്വേഷിച്ചിറങ്ങിയാൽ അവൻ്റെ സ്വകാര്യതകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരത്തി ഒന്ന് അന്വേഷിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും മനുഷ്യൻ്റെ സ്വകാര്യതയും രഹസ്യങ്ങളും പരത്തി അന്വേഷിക്കാൻ ഇറങ്ങിയാൽ അവൻ വീടിൻ്റെ അകത്തിരുന്നാൽ പോലും അവൻ ഫളീഹത്തിലായി തീരും, അവൻ നാണം കെട്ടവനായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി ഒരു സന്ദർഭത്തിൽ, കാരണം പൊതുവിൽ ജനങ്ങൾക്കിടയിൽ കണ്ടുവരുന്ന ചില വീഴ്ചകൾ അത് തുടരെ സമൂഹത്തിൽ വ്യാപകമായി കണ്ടുവരുമ്പോൾ റസൂലുള്ളാഹിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഈർഷ്യതയും വെറുപ്പും ഇത്രയും സദാചാരവും സംസ്കാരവും പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പഠിപ്പിച്ച സംസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുന്ന സ്വഹാബാക്കൾ നിന്ന് തന്നെ വലിയ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ റസൂൽ ഉണ്ടാകുന്ന അരിശമാണ് ആ സമൂഹത്തോട് തുറന്ന് പ്രകടിപ്പിക്കുന്നത്. പാടില്ലെന്ന് അവർ നടത്തിയ പ്രയോഗം പോലെ എങ്ങനെയാണ്? ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ നാവ് കൊണ്ട് വിശ്വസിച്ചവരെ എന്നാണ്. എന്തുകൊണ്ട്? വിശ്വാസിയുടെ ലക്ഷണമല്ല ഇതൊന്നും. ഒരു വിശ്വാസിയുടെ തനത് സ്വഭാവത്തിൽപ്പെട്ടതല്ല അന്യന്റെ രഹസ്യങ്ങൾ ചൂഴ്ന്നന്വേഷിക്കുക, അന്യരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തുക, അതെല്ലാം കടന്നു കയറിയിട്ട് അതെല്ലാം പറഞ്ഞു നടക്കുകയും അവരെ അതിൻ്റെ പേരിൽ ദ്രോഹിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ സ്വഭാവമല്ല. അതുകൊണ്ട് വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അതുകൊണ്ടാണ് പറയാത്തത്. മനസ്സിൽ വിശ്വാസം കടന്നുകൂടിയവൻ ഇത് കഴിയില്ല. നാവ് കൊണ്ട് മാത്രം വിശ്വാസം പറയുകയും ഹൃദയത്തിലോ സ്വഭാവത്തിലോ വിശ്വാസം കടന്നുകൂടാത്ത ജീവിക്കുകയും ചെയ്യുന്നവരോട് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ റസൂലുള്ളാഹി സംസാരിച്ച ഒരു ഭാഗമാണിത്. ഇവിടെ പ്രധാനമായിട്ട് റസൂൽ ഉദ്ദേശിക്കുന്ന വിഷയം എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും പ്രൈവസിയെക്കുറിച്ചാണ്. സ്വകാര്യത എന്നുള്ളത് ഒരു മനുഷ്യൻ്റെയും മൗലികമായ അവകാശമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രൈവസി എന്നുള്ളത് ലോകം അംഗീകരിച്ച മനുഷ്യാവകാശമാണ്. അത് റസൂലുള്ളാഹി മനോഹരമായി പറയാണ്. സ്വകാര്യത എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും മൗലികമായ അവകാശമാണ്. അതിനുമേൽ കടന്നുകയറ്റം നടത്താൻ ഒരു മനുഷ്യനും അവകാശമില്ല എന്ന് വളരെ ഭംഗിയായി റസൂൽ പഠിപ്പിക്കുകയാണ്. അത് പാടില്ല എന്ന്. അന്യന്റെ സ്വകാര്യതയിലേക്കുള്ള എത്തിനോട്ടം അത് കുറ്റകരമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും സംസാരിക്കുന്നുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞതിന് പുറമെ തന്നെ അല്ലാഹു വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളുടെ സ്വഭാവം, ആ ഒരു ഗൗരവ സ്വഭാവം നമ്മൾ കണക്കിലെടുക്കേണ്ടത് എപ്പോഴും അല്ലാഹു നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ്. ഈ ഖുർആനകത്ത് നന്മയുണ്ടോ, ഖുർആനകത്ത് നല്ലത് പറയുന്ന ഒരു ആയത്തെങ്കിലും ഉണ്ടോ എന്ന് ഈ വലിയ വിമർശനങ്ങൾ നടത്തുന്നവർ ഒരിക്കലെങ്കിലും ഈ വിശുദ്ധ ഖുർആന്റെ താളുകളൊന്ന് മറച്ചു നോക്കിയിരുന്നെങ്കിൽ. നമുക്ക് പറയാനുള്ളതാണ്, ലോകത്തേക്ക് വന്ന ഈ ഖുർആൻ, മാനവരാശിക്ക് അല്ലാഹു അയച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ തുറന്നു വായിക്കുന്നില്ല, ഇതിന്റെ സന്ദേശങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് ഇത് അടച്ചു വെച്ചിട്ട് വിമർശിക്കാൻ എളുപ്പമാണ്. എത്ര നന്മകളാണ് ഓരോ വിശ്വാസിയോടും അല്ലാഹു സംസാരിക്കുന്നത്, ഓരോ മനുഷ്യനോടും പറയുന്നത്. മനോഹരമായിട്ട് അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ദുന്ന്. ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വസിച്ചവരെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, ഇത് ജീവിത ചിട്ടയാക്കാൻ ഉദ്ദേശിക്കുന്നവരെ, വിശ്വാസികളോടാണല്ലോ പറയുക. ഖുർആൻ വിശ്വസിക്കില്ല, ഖുർആൻ ജീവിതത്തിൽ പകർത്തില്ല, ഇത് ദൈവികമെന്ന് അംഗീകരിക്കില്ല, പിന്നെ അവരോട് എന്താ സംസാരിക്കുക? അവരോട് അല്ലാഹു ആദ്യമേ പറഞ്ഞു യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചാൽ സംസാരിക്കുക.
ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഖുർആനാണ്, അള്ളാഹുവിന്റെ വേദമാണ്, നിങ്ങളെ പടച്ചുവിട്ടവന്റെ വേദമാണ്. ഇതൊന്ന് പഠിക്ക്, ഇതൊന്ന് ചിന്തിക്ക്, ആലോചിക്ക്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാനും ആലോചിക്കാനും വിശ്വസിക്കാനും തയ്യാറായാൽ വിശ്വാസികളോട് കുറെ ഏറെ പറയാനുണ്ട് അള്ളാഹുവിന്. അങ്ങനെ ഓരോന്നായിട്ട് അക്കമിട്ട് നിർത്തി അള്ളാഹു സംസാരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതം ഏത് മേഖലയിലൂടെ കടന്നു പോകുന്നു അവിടെയെല്ലാം അള്ളാഹു നിർദ്ദേശമുണ്ട്. ഒരു മനുഷ്യൻ ബന്ധപ്പെട്ടേക്കാവുന്ന സാമൂഹികവും സാമ്പത്തികവും വൈവാഹികവും വൈയക്തികവും രാഷ്ട്രീയവും സാമ്പത്തികവും എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് വ്യക്തമായ വസ്തുനിഷ്ഠമായ വിവരണങ്ങൾ പടച്ചവന്റെ ഭാഗത്ത് നിന്ന്. നിസാരമെന്ന് നമ്മൾ കണക്കാക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് റബ്ബ് സംസാരിക്കാണ്. ഊഹാപോഹങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ അത് നിങ്ങൾ ഒഴിവാക്കണമെന്ന് വിശ്വാസികളോട്. ഊഹാപോഹങ്ങൾ, മറ്റുള്ള കാര്യം ഊഹിച്ച് പൂരിപ്പിക്കുക, ഊഹിച്ചെടുക്കുക, ഊഹിച്ച് ഗണിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച്. ചില സന്ദർഭങ്ങൾ ചില ആൾക്കാരെ കാണുമ്പോൾ പിന്നെ നമ്മളങ്ങ് കണക്കൂട്ടാണ്, അവിടെ ഇന്നത് സംഭവിച്ചിട്ടുണ്ട് എന്ന്. അവിടെ ഇന്നതാ സംഭവിച്ചത്, രണ്ടാൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇന്നതാ സംഭവിച്ചത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഊഹിച്ച് കണക്കുകൂട്ടി നമ്മളൊരു കഥയുണ്ടാക്കി ആ കഥ മെനഞ്ഞെടുത്തിട്ട് ജനങ്ങൾക്കിടയിൽ പറഞ്ഞു നടക്കുന്നു. ഈ ഊഹം തെറ്റാണ്, ഇന്ന ബാലല്ല നീസ്മ, അങ്ങനെയുള്ള ഊഹാപോഹങ്ങൾ പാപമാണ് എന്ന്. അതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹു നേരിട്ട് പറയണമെങ്കിൽ അതിന്റെ സ്വഭാവത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഓരോ വ്യക്തിയുടെയും മൗലിക അവകാശമായ സ്വകാര്യതയിലേക്ക് നമ്മൾ എത്തി നോക്കാനും അതിന് ചില സന്ദർഭങ്ങൾ അടർത്തിയെടുത്തിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടാനും പാടില്ല. വലാ തജസ്സസു, വിശ്വാസികൾക്കുള്ള പണി അതല്ലല്ലോ. നിങ്ങൾ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ പാടില്ല, ചാരപ്പണി കാണിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. വലാ തജസ്സസു വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ലാ, നിങ്ങൾ അന്യനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കാൻ പാടില്ല, ഗീബത്തുകൾ പറഞ്ഞു നടക്കാൻ പാടില്ല, അവൻ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ പാടില്ല. ഇതൊന്നും വിശ്വാസിക്ക് പറഞ്ഞിട്ടുള്ള സ്വഭാവങ്ങളെയല്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഇതിറങ്ങിയ പശ്ചാത്തലം പോലും, ഇതിറങ്ങിയൊരു സന്ദർഭമുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും യാത്ര പോയി. ആ യാത്രയുടെ വേളയിൽ അവർ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി, വിശ്രമിക്കാൻ വേണ്ടി താവളങ്ങൾ ടിന്നുകൾ കെട്ടി വിശ്രമിക്കുമ്പോൾ സംഘം ചേർന്നാൽ വിശ്രമിക്കുക. 2, 3, 4 പേരൊക്കെ ആയിരിക്കും ഒരു സംഘത്തിൽ ഉണ്ടാവുക. അവർ ഓരോരുത്തർക്കും ഒരു ദൗത്യമുണ്ടാകും. ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ആര് പാചകം ചെയ്യണം, ആര് ഭക്ഷണം ഉണ്ടാക്കണം, ആര് ഉറങ്ങണം, ആര് ഉണർത്താനിരിക്കണം, ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് അവരുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് അവർ കിടക്കുക, വിശ്രമിക്കുക. അങ്ങനെ വിശ്രമിക്കുമ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനായിരുന്നു ചുമതല, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ചുമതല. പക്ഷെ മൂവരും ഉറങ്ങിപ്പോയി. 2 പേർക്കൊപ്പം ഇദ്ദേഹമാണ് കൂടെ ഉണ്ടായിരുന്ന ആ ടെന്റില്. ആ 2 പേർക്കൊപ്പം ഇദ്ദേഹം ഉറങ്ങിപ്പോയി. ഭക്ഷണ സമയമായപ്പോൾ ഭക്ഷണം ഇല്ല. ഭക്ഷണമില്ലാതായപ്പോൾ അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സൽമാനോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഉറങ്ങിപ്പോയല്ലോ, നിങ്ങൾ അല്പം ഭക്ഷണം നബിയോട് പോയി ചോദിക്കണം, നമുക്കത് ഭക്ഷണം കഴിക്കാമെന്ന്. സൽമാൻ ഫാരിസി നബിയുടെ അടുക്കൽ ചെന്ന്, നബി നമുക്ക് ഭക്ഷണമില്ല, നമ്മൾ പാചകം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നബിയോട് പറയുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ തൽക്കാലം എൻ്റെ പക്കലും ഭക്ഷണമൊന്നുമില്ല, എന്തായാലും നമ്മുടെ ഈ യാത്രയുടെ മുഴുവൻ സാമഗ്രികളുടെയും സൂക്ഷിപ്പുകാരൻ അത് ഉസാമത്ത് ബിൻ സെയ്ദാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് നൽകുമെന്ന്. സൽമാൻ ഫാരിസി അവിടെ ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഇതിന് ഭക്ഷണമില്ല, നബിയോട് പറഞ്ഞിട്ടുണ്ട്, നബി ഇവിടെ വരാനാ പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടോന്ന്. തൽക്കാലം ഒന്നുമില്ല എന്ന് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ മറുപടിയുമായി അദ്ദേഹം ടെന്റിലേക്ക് ചെന്നു. 2 പേരോടും ഈ മറുപടി പറഞ്ഞു. ആ രണ്ടുപേരും പറഞ്ഞത് ആള് ഉണ്ടായിരിക്കും ആള് പിശുക്കിയതാ, തരാത്തതാണെന്ന്. ആര്? ഉസാമത്ത് ബിൻ സെയ്ദ്. ഉണ്ടായിട്ടും ചിലതെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ, അത് ഉണ്ടായിട്ടും ആള് പിടിച്ചു വെച്ചതായിരിക്കും, കുഴപ്പമില്ല, നിങ്ങൾ ഇന്ന സഹാബാക്കളുടെ അവരൊക്കെ പല ടിൻഡുകളായിട്ടുണ്ടല്ലോ, അവരോടൊന്ന് പോയി ചോദിക്കുക ആരുടെയെങ്കിലും പക്കൽ ഉണ്ടാകുമെന്ന്. സൽമാൻ ഫാരിസി അങ്ങനെ ഇറങ്ങി പലരോടും ചോദിച്ചു, ആരുടെ പക്കലും ഭക്ഷണമില്ല. മടങ്ങി വന്ന് അതേ മറുപടി പറഞ്ഞു, ആരുടെ പക്കലും ഭക്ഷണമില്ലല്ലോ എന്ന്. അപ്പൊ അവർ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ഈ സൽമാനെ പറഞ്ഞു വിട്ടാൽ സമൃദ്ധമായി ഒഴുകുന്ന പുഴയിൽ നിന്ന് അല്പം വെള്ളം കോരിക്കൊണ്ട് വാടാ എന്ന് പറഞ്ഞു വിട്ടാൽ അവിടെ എത്തുമ്പോൾ അത് വറ്റിപ്പോകുമല്ലോ, അത്രയും വലിയ ദാരിദ്ര്യമാണല്ലോ ഇവനെന്ന്. അതുകൊണ്ട് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് സൽമാൻ ഇവിടെ വന്നിരുന്നോ എന്നും, ഉസാമ നീ ഇവിടെ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞിരുന്നോ എന്ന് അറിയാൻ വേണ്ടി അത് രഹസ്യമായി അന്വേഷിക്കാൻ വേണ്ടി 2 പേരും ഇറങ്ങി ഉസാമത്ത് ബിൻ സെയ്ദിന്റെ അടുക്കൽ വരുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടിട്ട് ചോദിച്ചു, എന്താ ഇവിടെ? നബി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണത്തിന് വേണ്ടി വന്നാണെന്ന്. നബി പറഞ്ഞത്, ഇല്ലല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നിങ്ങളെ കണ്ടറിയാലോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന്. ഇല്ല നബി, വല്ലാഹി മാക്കൽനാ ശൈഅൻ, അല്ലാഹുവാണ് സത്യം, നബി ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. അപ്പൊ നബി പറഞ്ഞപ്പോൾ, നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഇരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ എവിടെ നിന്ന് വന്നതാണെന്ന്, നിങ്ങൾ ഈ കഴിച്ചിരിക്കുന്ന മാംസഭക്ഷണങ്ങൾ എവിടെ നിന്ന് വന്നാണെന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ തിന്നല്ലോ 2 മനുഷ്യന്മാരുടെ ഇറച്ചി, ഉസാമത്ത് ബിൻ സെയ്ദിന്റെയും സൽമാന്റെയും മാംസം മനോഹരമായി ഭക്ഷിച്ചില്ലേ നിങ്ങൾ, ഇത് പോരെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നതെന്നാണ് തഫ്സീർ തുബരി പറയുന്നത്. അള്ളാഹു പറഞ്ഞ വാചകമാണിത്.
മനുഷ്യരെ, നിങ്ങൾ അന്യന്റെ രഹസ്യങ്ങൾ ചൂണ്ടന്വേഷിക്കാൻ പാടില്ല. നിങ്ങൾ ഊഹാപോഹങ്ങൾ മെനഞ്ഞെടുക്കാൻ പാടില്ല. അന്യനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവന്റെ ഉപമ എന്നുള്ളത് ജീവനോടെ നിന്റെ സഹോദരന്റെ പച്ചമാംസം തിന്നുന്നതിന് സമാനമാണെന്ന് വിശുദ്ധ ഖുർആൻ. അതാ റസൂല് പറയുന്നത്. അവരന്റെ മാംസം തിന്നാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കുഴപ്പമില്ലെന്ന്. അത്രയും മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയാണ് ഒരു മനുഷ്യന് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്ന് വിശുദ്ധ ഖുർആൻ. അതാണ് സ്വകാര്യത എന്നുള്ളത്. ഓരോ മനുഷ്യനും അവൻ്റെതായ ഒരു പ്രൈവറ്റ് മേഖലയുണ്ട്. അവന്റെ രഹസ്യങ്ങൾ സിറുക അസീറുക എന്ന് പറയാറുണ്ട് അറബിയിലൊരു മൊഴി. ഓരോ മനുഷ്യനും അവൻ്റെതായ ചില രഹസ്യങ്ങൾ ഉണ്ടാകും. ആ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല, ഒരു കുടുംബാംഗത്തിനും അവകാശമില്ല, ഒരു ഭരണകൂടത്തിനും അവകാശമില്ല, ഒരു സംവിധാനങ്ങൾക്കും അവകാശമില്ല. ഇന്ത്യയില് വളരെ പ്രസിദ്ധമായ ഒരു കേസ് നടന്നിട്ടുണ്ട്. ഗോവിന്ദ് വാസ്, സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് സംസ്ഥാനവും ഗോവിന്ദ് എന്ന് പറയുന്ന ഒരു കള്ളനും തമ്മിൽ നടത്തിയ ഒരു കേസുണ്ട് സുപ്രീം കോടതിയിൽ. 5 കൊല്ലത്തോളം നീണ്ടുനിന്ന കേസ്. നിരവധി കേസുകളെ പ്രതിയായി കുറ്റവാളിയായി പിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ഒരാൾ സ്ഥിരം ക്രിമിനലായി ആ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടപ്പോൾ അയാൾ നിരന്തരമായി നിരീക്ഷിക്കാനും അയാളെ പീഡകങ്ങൾ വിസിറ്റ് ചെയ്യാനും അങ്ങനെ രഹസ്യമായി ഇവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കാനുമുള്ള ഉത്തരവിറക്കി കോടതി. ഈ സ്ഥിരം കുറ്റവാളികളെ എപ്പോഴും നിരീക്ഷണത്തിൽ വെക്കണം. അവർക്ക് രഹസ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? മഫ്റ്റിയിൽ പോലീസുകാരെ വീടുകൾ സന്ദർശിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും രഹസ്യങ്ങൾ ഇല്ലാതാക്കി മാറ്റണമെന്ന്. അങ്ങനെ ഒരു മനുഷ്യന്റെ മൗലിക അവകാശമായ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം കോടതി ഉത്തരവ് പ്രകാരം വന്നപ്പോൾ നിയമ പോരാട്ടം നടത്തി. പക്ഷെ നിയമം അവസാനം 75 കോടതി വിധി തള്ളുമ്പോഴും സ്വകാര്യതയുടെ വിഷയത്തിൽ, പ്രൈവസിയുടെ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ടായിരുന്നു കോടതിക്ക്. ലെറ്റ് അലോൺ, അതാണ് അവർ കൊടുത്ത വ്യാഖ്യാനം എന്നുള്ളത്. ഓരോ മനുഷ്യന്റെയും സ്വകാര്യത അവന്റെ അവകാശമാണ് എന്ന്. അവന്റെ അവകാശമാണ്. അതിലേക്ക് കടന്നു കയറുന്ന ഒരു പ്രവൃത്തിയും പാടില്ല. എല്ലാ അർത്ഥത്തിലും അതിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടിക്കുന്നുണ്ട് വിശുദ്ധ ഇസ്ലാം. അന്യന്റെ രഹസ്യങ്ങൾ ചൂർന്നെടുക്കാനും അത് കൊട്ടിഘോഷിക്കാനും അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫാമിലി ഗ്രൂപ്പുകളിലും ഇട്ട് അതങ്ങനെ തമാശകളാക്കി രസിക്കാനും കേൾക്കാനും ഒക്കെ നമുക്ക് വലിയ കൗതുകവും ആകാംക്ഷയുമാണെന്ന്. എത്ര വലിയ പാതകങ്ങളാണ് മനുഷ്യർ നിങ്ങൾ ചെയ്യുന്നത്. കിട്ടുന്നതെല്ലാം ഷെയർ ചെയ്യുന്നതും കേൾക്കുന്നതെല്ലാം പറയുന്നതും കാണുന്നതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കുകയും അതെല്ലാം പറഞ്ഞു നടക്കുന്നതും ഒരു മനുഷ്യനെ കുറ്റവാളിയാക്കാൻ മതിയാകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കരുതലോടെ ജീവിക്കേണ്ടവരാണ് വിശ്വാസി. ഓരോ നോക്കിനും ഓരോ ചിന്തയ്ക്കും ഓരോ പ്രവർത്തിക്കും പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ട ദിവസമുണ്ട് എന്ന്. നിങ്ങളുടെ കാതുകളെ കുറിച്ച്, നിങ്ങളുടെ കണ്ണുകളെ കുറിച്ച്, നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസമുണ്ടാകുമെന്ന്. നിങ്ങൾ ഈ നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ കാതുകൾ കുറിപ്പിച്ച് കേട്ട വാർത്തകൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും അള്ളാഹുവിന്റെ മുമ്പിൽ. കണ്ണുകൾ തുറിപ്പിച്ചു നോക്കിയതിലേക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അന്യന്റെ സ്വകാര്യതയിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒരാൾക്കുമില്ല അവകാശം, ഒരു മനുഷ്യനുമില്ല. അത് ഓരോരുത്തരുടെയും പ്രൈവസിയാണ്, ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്. അത് മാനിക്കാനാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിലേക്കുള്ള കടന്നുകയറ്റം ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞുപോയ ഒരുപാട് നിമിഷങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഒരു സന്ദർഭം മാത്രമാണ് റസൂലുള്ളാഹി ആദ്യം പറഞ്ഞ വാചകങ്ങൾ. വിശ്വാസികളെന്ന് പറഞ്ഞു നടക്കുകയും അവരന്റെ രഹസ്യങ്ങൾ ചൂണ്ടന്വേഷിക്കുകയും ചെയ്യുന്നവർ അവർ വിശ്വാസികളായിട്ടില്ല എന്ന്. ഈമാൻ നന്നാക്കാൻ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമുക്ക് ഈ നാട്ടിൽ ഏതെങ്കിലും വർത്തമാനങ്ങൾ കിട്ടിയാൽ ആരെങ്കിലും ഒക്കെ ഈ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അതൊക്കെ നമ്മൾ ഇന്ന് വലിയ നിലയിൽ ആഘോഷിക്കുകയാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നാണ് മാധ്യമ ധർമ്മത്തെക്കുറിച്ച് പറയുക. അറിയാനുള്ള അവകാശമുണ്ട്. പൊതുവായ നിലയിൽ സാമൂഹികപരമായ രംഗത്തുള്ള കാര്യങ്ങൾ അറിയാനും അത് അന്വേഷിക്കാനും അത് മനസ്സിലാക്കാനും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുമുള്ള അവകാശം ഇവിടെ മാധ്യമങ്ങൾക്കുണ്ട്. അല്ലാതെ അരമന രഹസ്യങ്ങളല്ല, വല്ലവന്റെ വീടിനകത്തുള്ള രഹസ്യങ്ങളല്ല. വീഴ്ചകൾ പറ്റാത്ത മനുഷ്യരും ഇവിടെ. ഈ വല്ലവനും ഉണ്ടാകുന്ന അവിഹിത ബന്ധങ്ങളുടെ കഥകളാണ് അന്തിച്ചർച്ചകൾ ചാനലിലിരുന്ന്. ഇതെവിടെയാണ് നടക്കുന്നത്? മനുഷ്യനാണല്ലോ വീഴ്ചകൾ സംഭവിക്കും. അതൊക്കെ റെക്കോർഡ് ചെയ്ത് ലൈവാക്കി വീഡിയോ ആക്കി ചർച്ച ചെയ്ത് ലോകാവസാനം വരെയും ഒരു മനുഷ്യനെ ഫലീഹത്താക്കുന്ന ഈ പ്രവൃത്തിയുടെ പേരല്ല മാധ്യമധർമ്മം എന്നുള്ളത്. അല്ല, ഇത് കേൾക്കാനാ. എന്തുകൊണ്ട് അവരിത് പണിക്ക് നിൽക്കുന്നറിയാമോ? ഇത് കേൾക്കാനേ ആളുള്ളൂ. ജനങ്ങളുടെ ജീവന പ്രശ്നങ്ങൾ സംസാരിച്ചാൽ മാധ്യമങ്ങൾ പറയാണ് വിലക്കയറ്റം കാരണം മനുഷ്യനവിടെ ജീവിക്കാൻ നിവർത്തിയില്ല. പെട്രോൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ എല്ലാ ഗതികളും നഷ്ടപ്പെടുത്തി, പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി. ഒട്ടനവധി ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു. കടക്കണിയിൽപ്പെട്ടിട്ട് ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ നിവർത്തിയില്ല. അങ്ങനെ ഞെരുക്കത്തിലാണെന്ന് ചർച്ചകൾ ഇവിടെ നടക്കുന്നില്ല. ഇവിടെ നടക്കുന്ന ഏതാണ്?
ഇവിടെ നായികമാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതുമാതിരി സിനിമാ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന അവിഹിതങ്ങളുടെ കഥകൾ, അതുപോലെ മറ്റേ സ്വർണ്ണ തട്ടിപ്പിന്റെയും മറ്റും പേരിൽ സ്ത്രീകളെ ഇറക്കി കളിക്കുന്ന കളികൾ, ഈ അന്തിച്ചർച്ചയ്ക്ക് കുടുംബത്തോടെ ഇരുന്ന് വാർത്തകൾ നോക്കുമ്പോൾ കുടുംബത്തിൽ ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആഭാസ തരങ്ങൾ, അന്യന്റെ രഹസ്യങ്ങളൊക്കെ ചൂർന്നന്വേഷിച്ചിട്ട് അതെല്ലാം കൊണ്ടുവന്ന് പരത്തി പറയുന്ന മാധ്യമധർമ്മങ്ങൾ, ഇത് ആഭാസത്തരമാണ്. ഇത് കേൾക്കുന്നത് പോലും പാവമാണ്. ഇത്തരം സാധനങ്ങൾ പറയുന്നതും കേൾക്കുന്നതും പാവമാണ്. ഇത് റൈറ്റ് ടു ഇൻഫർമേഷൻ പെടുന്ന കാര്യങ്ങളേ അല്ല. അവകാശമില്ല അന്യന്റെ സ്വകാര്യതയെ അന്വേഷിച്ചു പിടിക്കാൻ. തെറ്റ് ചെയ്യാത്ത മനുഷ്യനുണ്ടോ? എല്ലാ മനുഷ്യനും പാപം ചെയ്യും. പാപം ചെയ്യാത്ത മനുഷ്യനുള്ളത്? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു പോയൊരു കഥയുണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട്. കല്ലെറി ആരും ഉണ്ടാവില്ല എന്ന്. കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണെന്ന് പൊതുവിൽ പറയാറുള്ളത് പോലെ എല്ലാവരും അല്ലവന്റെ അവൻ എന്താ കാണിച്ചതെന്ന്, എന്ത് ആഭാസത്തരമാണ് കാണിച്ചത്, എന്ത് വീഴ്ച. തെറ്റാണ്, മനുഷ്യരെല്ലാം തെറ്റായിരിക്കും. പക്ഷെ ഈ പറയുന്നവന്റെ മഹത്വം, എല്ലാ മനുഷ്യന്റെ ഉള്ളിലും നമ്മൾ രഹസ്യമാക്കി വെക്കുന്ന ഒരു മൃഗമുണ്ട്, നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന കുറെ ക്രൂരതകളും മോശവശങ്ങളും ഉണ്ട്, എല്ലാ മനുഷ്യന്റെ ഉള്ളിലുമുണ്ട്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ചെയ്ത പാതകങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ട് അഭിമാനത്തോടെ പരസ്യമായി പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല, രഹസ്യമാക്കി വെച്ചോ. നിങ്ങൾ ചെയ്തു പോയെങ്കിൽ അത് രഹസ്യമായിരിക്കട്ടെ. അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് മാപ്പാക്കിയാൽ, പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിയാൽ തീർച്ചയായിട്ടും പടച്ചവൻ ഇത് പരസ്യമാക്കില്ല, പരലോകത്തും പരസ്യമാക്കില്ല. നമ്മൾ ദുനിയാവിൽ ചെയ്തു പോയ ചില പാപങ്ങൾ പടച്ചവനും രഹസ്യമായി പറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹു പരലോകത്ത് പരസ്യമാക്കില്ല. എന്ന് രഹസ്യങ്ങളെല്ലാം പരസ്യമാകുന്നൊരു ദിവസമുണ്ട്. നമ്മുടെ നാട്ടിൽ വലിയ ഉസ്താദാണ്, വലിയ ആലിമാണ്. അന്ന് നല്ല സ്വാലിഹായ മനുഷ്യനെ എത്തല്ല അങ്ങനെ പോലെയൊക്കെ ജീവിക്കണമെന്ന് ജനങ്ങളിങ്ങനെ കൗതുകത്തോടെ നോക്കുന്ന പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീടുന്നൊരു ദിവസമുണ്ട്. അന്ന് സ്വന്തം മാതാപിതാക്കളുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല, സ്വന്തം നാട്ടുകാരെ മുഖത്ത് നോക്കാൻ കഴിയില്ല, കൂട്ടുകാരെ മുഖത്ത് നോക്കാൻ കഴിയില്ല. അത്രയും ഭീകരമാണ്. നിങ്ങൾ ഇത്ര നല്ല മനുഷ്യനെ നമ്മൾ കണക്കാക്കിയത്, ഇത്രയും പാഴ്ജന്മമായിട്ട് നിങ്ങളെപ്പോലെ ഒരാൾ എന്ന് ജനങ്ങൾ മൂക്കത്ത് വെച്ച് പറഞ്ഞു പോകുന്നൊരു നിമിഷമുണ്ട് പരലോകത്ത്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ രഹസ്യമായി ചെയ്ത പാപങ്ങൾ രഹസ്യമാക്കി വെച്ച് പടച്ചവനോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ കഴിയണം. റബ്ബിന്റെ മുമ്പിൽ വിചാരണ കഴിയുമ്പോൾ റബ്ബിനോട് ചെയ്ത ആൾക്കാർ പറയുമത്രേ, അള്ളാഹുവേ ഞാൻ ചെയ്ത പലതും കാണുന്നില്ല, ഞാൻ ചെയ്തു പോയ കുറേയേറെ പാവങ്ങൾ കാണുന്നില്ല എന്ന് റബ്ബിനോട് പറയുമ്പോൾ കുഴപ്പമില്ല, ഞാൻ അതൊക്കെ രഹസ്യമാക്കി വെച്ചിരിക്കാം, നീ പൊക്കോളാൻ. അതൊക്കെ നീ രഹസ്യമായി ചെയ്ത് എന്നോട് മാപ്പ് ചോദിച്ചതല്ല, ഞാൻ രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്, നിന്നെ ഫളീഹത്താക്കുന്നില്ല, നിന്നെ നാണം കെടുത്തുന്നില്ല, അതുകൊണ്ട് നീ പൊക്കോളാൻ പറഞ്ഞ അള്ളാഹു മാപ്പ് കൊടുക്കുമെന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മിടുക്കന്മാരാണെന്നൊരു തോന്നലുണ്ടല്ലോ, അത് വേണ്ട. അവിടെയാണ് നമുക്ക് അന്യന്റെ അന്വേഷിക്കാനും അത് പറഞ്ഞു നടക്കാനുമുള്ള ത്വരയുണ്ടാവുന്നത്. അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അപരന്റെ സ്വകാര്യത, പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ ആ ഒരു ഭാഗങ്ങളെ ക്രോസ് ചെയ്തുകൊണ്ട് അള്ളാഹു സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ എന്ന്. വീട് എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും സ്വകാര്യ മേഖലയാണ്, അവന്റെ പ്രൈവറ്റ് മേഖലയാണ്. ആ വീടിനകത്തേക്ക് കടന്നു പോകണമെങ്കിൽ ഖുർആൻ അള്ളാഹു നേരിട്ട് സംസാരിച്ച വിഷയമാണ്, വിശ്വാസികളെ നിങ്ങൾ അനുവാദം ചോദിക്കാതെ വീട്ടിനകത്ത് കയറാൻ പാടില്ല എന്ന്. ഒരു വീട്ടിൽ നിങ്ങളെ ആരെ വീടും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് അവിടെ എത്ര സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, ഒരു വീടിനകത്ത് കടന്നു ചെല്ലണമെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ അനുവാദം മുൻകൂട്ടി നിങ്ങൾ മേടിച്ചിരിക്കണം. പുറത്ത് നിന്ന് നിങ്ങൾ സലാം പറയാം. സഹാബി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് സലാം പറഞ്ഞു, മറുപടി ഇല്ല. രണ്ടാമതും സലാം പറഞ്ഞു, മറുപടി ഒന്നും കേട്ടില്ല. മൂന്നാമതും സലാം പറഞ്ഞു, മറുപടി ഒന്നും കേട്ടില്ല. അദ്ദേഹം മടങ്ങിപ്പോയി. തന്റെ വീടിനകത്ത് എന്തോ ജോലിയിൽ വ്യാപൃതനായ അദ്ദേഹം ഈ ശബ്ദ തരംഗങ്ങൾ കാതിലേക്ക് എത്തി ആരോ പുറത്തു വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തു വന്ന് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. ആരോ വന്നിട്ടുണ്ടായിരുന്നു, വന്നിയാൾ മടങ്ങിപ്പോയതെന്ന് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ പറഞ്ഞു വിട്ടു പറഞ്ഞു, ആരോ വന്നു പോയിട്ടുണ്ട്, പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരാൻ. അയാൾ പോയി നോക്കിയപ്പോൾ അബൂ മൂസ അശ്അരിയാണ്. അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് വന്നു. തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അകത്ത് കയറി വന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് വന്നിട്ട് ഇവിടെ പൊക്കളഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം, പുണ്യനബി പറഞ്ഞൊരു വാചകം, ലിസ്റ്റ് ഇതാണ് സലാസ എന്ന്. 3 പ്രാവശ്യമാണ് അനുവാദം ചോദിക്കൽ. ആ 3 പ്രാവശ്യവും അനുവാദം ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല എങ്കിൽ, അനുവാദം കിട്ടിയിട്ടില്ല എങ്കിൽ ഫർജ, നിങ്ങൾ മടങ്ങിപ്പോകണം, പിന്നെ അവിടെ നിൽക്കില്ല നിങ്ങൾ. ഇതാണ് റസൂൽ നമ്മളെ പഠിപ്പിച്ചത് എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു മറുപടി പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇങ്ങനെ ഞാനൊന്നും കേട്ടിട്ടില്ലല്ലോ. ഖുർആനകത്ത് അനുവാദം ചോദിക്കണമെന്നൊക്കെ ഉണ്ട്, 3 തവണ ചോദിക്കാവൂ എന്നും 3 തവണ ചോദിച്ചിട്ട് അനുവാദം കിട്ടിയില്ലെങ്കിൽ മടങ്ങിപ്പോകണമെന്നും ഇത് ഞാൻ എവിടെയും കേട്ടിട്ടില്ലല്ലോ, എനിക്ക് പരിചയമില്ലാത്തൊരു വാചകമാണ്. ഇതെവിടെന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇതെവിടെന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇത് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തെളിയിക്കണം. തെളിയിച്ചില്ലെങ്കിൽ വളരെ ഗൗരവമേറിയ നില ഞാൻ ഈ വിഷയത്തെ കാണും, കർക്കശമായ നിലപാട് ഞാൻ സ്വീകരിക്കേണ്ടി വരുമെന്ന് അബൂ മൂസ അശ്അരിയും ഉമർ റളിയല്ലാഹു അൻഹുവും കൂടെ രണ്ടുപേരോടെ പുറത്തിറങ്ങി അൻസാറുകളുടെ ഒരു സംഘം ആൾക്കാരിരിക്കുന്ന മജ്ലിസിലെത്തി അവിടെ ഈ വിഷയം അവതരിപ്പിച്ചു. ആരെങ്കിലും ഇത് കേട്ട ഓർമ്മയുണ്ടോ എന്ന്. അവിടെ നിരവധി ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് എന്ന്.
അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഇതാണ്, നിങ്ങളെ അവിശ്വസിച്ചത് കൊണ്ടല്ല, അബൂ മൂസ അശ്ശരിയോട് പറഞ്ഞു, നിങ്ങൾ അവിശ്വസിച്ചത് കൊണ്ടല്ല, ദീനിന്റെ കാര്യമല്ലേ, അള്ളാഹും റസൂലും പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവ സ്വഭാവമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ. നിങ്ങൾ അവിശ്വസിച്ചതെങ്കിലും അല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ കേട്ട ഓർമ്മയിൽ എനിക്കില്ല, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല, മറ്റാരും പറഞ്ഞും കേട്ടിട്ടില്ല, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത് കേൾക്കുന്നത് എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പൊ ഇവിടെ ഒരു വിഷയം എന്താണ്, ഖുർആൻ സംസാരിച്ചത് എന്താണ്, ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനുവാദമാക്കി അത് അകത്ത് കയറാൻ പാടില്ലെന്ന്. ഒരു വീട് ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് മേഖലയാണ്, അത് കയറാൻ പാടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ അനുവാദം ചോദിക്കുമ്പോൾ വാതിലിനോട് നേരെ പോലും നിൽക്കാൻ പാടില്ല, വാതിലിന് നേരെ നിൽക്കാൻ പാടില്ലെന്ന്. അതിന് അകത്തേക്ക് എത്തി നോക്കാം. നമ്മൾ പല ആൾക്കാരും പല വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നേരെ വാതിൽ ഫ്രണ്ട് ചെന്ന് നിൽക്കുക, വാതിൽ മുട്ടി സലാം പറഞ്ഞു, കേൾക്കുന്നില്ലെങ്കിൽ ഉടനെ ജനലിന്റെ കത്ത മാറ്റിയിട്ട് അകത്തേക്ക് എത്തി നോക്കുക, ആരും ഇല്ലേന്ന്. എന്നാ പിന്നെ അടുക്കള കയറി ഇരുന്നാൽ പോരെ, ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കേണ്ട കാര്യമുണ്ടോ? ഒരു മനുഷ്യനെ പുറത്ത് നിൽക്കാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണ്, അവർക്ക് അവരുടേതായ സ്വകാര്യ മേഖലയാണ് വീട്. ആ വീടിനകത്ത് നീ കയറിയത് കൊണ്ടെന്നാണ് നീ അവിടെ കസേര ഇരിക്കുന്ന പേടി, അതല്ല നിന്റെ കണ്ണ് കാണാത്തത് കാണുന്ന പേടി. അടുക്കള വരെ കണ്ണ് കയറി ഇറങ്ങിയിട്ട് ഡോറിന്റെ അടുത്ത് കയറിക്കോട്ടെ എന്ന്. ഇനിയിപ്പോ ഇവിടെ കയറാൻ കയറി അടുക്കള വരെയും പോയി ഇവന്റെ കണ്ണുകൾ. ഒരു മനുഷ്യൻ അന്യന്റെ വീട്ടിനകത്തേക്ക് നോക്കാൻ പാടില്ലെന്ന്. അങ്ങനെ നോക്കിയാൽ അവന്റെ കണ്ണിൽ കല്ലെറിഞ്ഞു പൊട്ടിക്കാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു മനുഷ്യൻ ഒരു വ്യക്തിയുടെ വീടിനകത്തേക്ക് അവൻ കണ്ണിട്ട് നോക്കിയാൽ, അനുവാദമില്ലാതെ അകത്തേക്ക് കണ്ണ് പായിച്ചാൽ അവന്റെ കണ്ണെറിഞ്ഞു പൊട്ടിക്കാമെന്ന്. എറിഞ്ഞു പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ചില ആൾക്കാർ ഹദീസുകളൊക്കെ അർത്ഥം മനസ്സിലാക്കുന്ന വളരെ മൂഢ തരത്തിലാണ്. ഇപ്പൊ റസൂലിന് ചില പ്രയോഗങ്ങളുണ്ട്, അതിശയോക്തി പ്രയോഗം, മുബാലഗത്തിന്റെ ഒരു പ്രയോഗമുണ്ട്. നിന്റെ ഭാര്യയോട് പറഞ്ഞല്ലോ, നീ അടുപ്പിലാണെങ്കിലും അഥവാ പാചകം ചെയ്തുകൊണ്ട് അടുക്കളയിൽ നിൽക്കുമ്പോഴും നിന്റെ ഭർത്താവ് ലൈംഗിക താല്പര്യത്തോടെ നിന്നെ സമീപിച്ചാൽ നീ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പോലും പെണ്ണിന് ജോലി ചെയ്യാൻ പറ്റൂല എന്നല്ല അർത്ഥം മനസ്സിലാക്കാനുള്ളത്. ആ സന്ദർഭത്തിലും അങ്ങനെ എന്ത് ചെയ്യണം, അതിനു വേണ്ടി സഹകരിക്കണം, അതല്ല അതിന്റെ സ്വഭാവം എന്നുള്ളത്. ദാമ്പത്യത്തിൽ ലൈംഗികതയ്ക്ക് അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന്. അല്ലാതെ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ നീ അങ്ങോട്ട് ചെന്ന് കയറാനും അങ്ങോട്ട് അതല്ല എന്റെ പ്രയോഗത്തിനടുത്ത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വേണ്ടേ? ആരോടാ സംസാരിക്കുന്ന? ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യരോടാണ്. അതതിന്റെ ഒരു തീവ്രതയുടെ ശൈലിയാണ് റസൂലിന്റെ. അതുപോലെ പറഞ്ഞത് കണ്ടെറിഞ്ഞ് പൊട്ടിക്കാനല്ല, അങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കുക അത്രയും കുറ്റകരമാണ് എന്നാണ്. അതുപോലെ റസൂലിന്റെ വീട്ടിനകത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ജനൽപ്പാളിയിലൂടെ ഇങ്ങനെ അകത്തേക്ക് നോക്കി, റസൂൽ കുന്ത എടുത്തിട്ട് ഇങ്ങനെ കുത്തം പോയി കണ്ണിലേക്ക് ഇങ്ങനെ വീശി കാണിച്ചു. അദ്ദേഹം ചാടി ബാക്കിലോട്ട് മാറി. നബി പറഞ്ഞു, നീ അവിടെ തന്നെ നിന്നെങ്കിൽ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു, നീ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിച്ചനെന്ന്. ഇത് പറഞ്ഞ് പൊട്ടിക്കാനല്ലേ, അത് പാടില്ലെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ. ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്കുള്ള എത്തിനോട്ടം അത് വീടിനകത്താണെങ്കിൽ പോലും പാടില്ല എന്ന് പറയുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. അങ്ങനെ ഇരിക്കുമ്പോൾ ജനങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന, അവർ ഒളിക്കാൻ ആഗ്രഹിക്കുന്ന അവർ രഹസ്യങ്ങൾ ചൂണ്ടന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നതിന്റെ അവസ്ഥയോ? വീഴ്ചകൾ മനുഷ്യ സഹജമാണ്, അതെല്ലാം നമ്മൾ കൊട്ടിഘോഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ആ മനുഷ്യന് വീഴ്ചകൾ സംഭവിച്ചാൽ അത് പാടില്ലല്ലോ, അത് പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരാളെ പിടിച്ചോണ്ട് വന്നു, ജനങ്ങള് പിടിച്ചോണ്ട് വന്നിട്ട് ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്, താടിയിലൂടെ കള്ളിറ്റ് വീഴുന്ന അവസ്ഥയിൽ കുടിച്ച് മദോന്മത്തനായി നടക്കുന്ന വ്യക്തിയാണെന്ന്. ഇബ്നു മസ്ഊദ് പറഞ്ഞു, അങ്ങനെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾ ആരെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. റസൂൽ എന്താ പഠിപ്പിച്ചത്? എന്താ നമ്മളെ പഠിപ്പിച്ചത്? അങ്ങനെ അന്യന്റെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് എവിഡൻസ് ഉള്ള കാലത്തല്ലാതെ, വ്യക്തമായ തെളിവുകളില്ലാതെ ഒരാളെ ശിക്ഷിക്കാനോ ആ നടപടി എടുക്കാനോ എനിക്ക് അനുവാദമില്ല, ആ പണി നടക്കൂലെന്ന്. പക്ഷെ കൊണ്ടുവന്നവർ പറഞ്ഞു, ഇപ്പോൾ ഇദ്ദേഹം മദ്യപിച്ച് മധുന്മത്തനായി നിൽക്കാണ്, താടിയിലൂടെ ഇറ്റ് വീഴുന്നത് വെള്ളമല്ല, അത് മദ്യമാണ് എന്ന്. അപ്പൊ നിന്നവരെ കൊണ്ട് പരിശോധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മണം എന്ത് ചെയ്യുക, ആ താടിയിൽ നിന്ന് വീഴുന്നതും അദ്ദേഹത്തിന്റെ വായുടെ മണവും എടുത്തപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ശിക്ഷ കൊടുത്തത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത്, രഹസ്യങ്ങൾ ചോർത്തി പിടിച്ചുകൊണ്ട് വരുന്നതിന്റെ പേരല്ല നന്മ എന്നുള്ളത്. ആദ്യമായി കട്ടവന്റെ കൈമുറിച്ചൊരു സന്ദർഭമുണ്ട് നബിയുടെ കാലത്ത്. കട്ടവന്റെ കൈ വെട്ടണമെന്ന നിയമം, ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ആദ്യമായി കട്ടവനെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൈവെട്ടാൻ പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തുണ്ടായ മ്ലാനതയും ദുഃഖവും സങ്കടവും തളം കെട്ടിക്കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ചിലർ ചോദിച്ചു പോയി, നബിയെ കാന്റെ ഹുക്കരിഹത്തദാലിക്, ഇത് അങ്ങക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ തോന്നുന്നുണ്ടല്ലോ, നബിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇത്? അപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? ഇത് ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടുക? എന്റെ കൂട്ടത്തിൽ ഒരുവന്റെ കൈ വെട്ടി മുറിക്കുമ്പോൾ ഞാൻ ആഹ്ലാദിക്കണോ? ഇതിൽ എവിടെ എനിക്ക് സന്തോഷിക്കാൻ വകയുള്ളത്? ഇല്ലടോ മനുഷ്യരെ, എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയും കപടുമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കള്ളനെ, ഒരു കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ, തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ന്യായാധിപൻ എന്ന നിലയിൽ ശിക്ഷ വിധിക്കലല്ലാതെ മറ്റു മാർഗവും എന്റെ മുമ്പിലില്ല. പക്ഷെ നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നല്ലോ എന്ന്. അവൻ കട്ടത് നിങ്ങൾ അറിഞ്ഞപ്പോ അത് രഹസ്യമാക്കാനും അയാളെ ഉപദേശിക്കാനും ആ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. എന്തുകൊണ്ട് മാപ്പ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല? എന്തുകൊണ്ട് വിശാലത കാണിക്കാൻ നിങ്ങൾ തയ്യാറായില്ല? എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമങ്ങൾ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയല്ല,
കുറ്റങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയാ. നിയമങ്ങൾ ശിക്ഷകളും കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? കുറ്റങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയാ, നടപ്പിലാക്കാൻ വേണ്ടിയല്ല. അങ്ങനെ നടപ്പിലാക്കണമെങ്കിൽ അതിനു വേണ്ടി വെച്ച തെളിവുകളുടെയും എവിഡൻസുകളുടെയും ഒരു നിബന്ധനകളുണ്ടല്ലോ, അത് സങ്കീർണമാക്കിയത് അത്രയെങ്കിലും പെട്ടെന്നൊരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടാതിരിക്കാനും പശ്ചാത്തപിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാനും വേണ്ടിയാണ്. ഒരു രാത്രി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടുപോയി ഒരു അപരാധം. രണ്ട് വ്യക്തികൾക്കിടയിൽ നടന്ന വ്യഭിചാരം, പരസ്യമായി നടന്ന വ്യഭിചാരം, ഇരുട്ടിന്റെ മറപറ്റി നടത്തിയ വ്യഭിചാരം. രാത്രികാലങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് അന്വേഷിക്കാൻ ഇറങ്ങിയ ഉമർ എന്ന ഖലീഫ കണ്ടുപോയപ്പോ അതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കാൻ അദ്ദേഹത്തിന് വകുപ്പുണ്ടായിരുന്നില്ല. കാരണം അള്ളാഹു പറഞ്ഞത് 4 സാക്ഷികൾ വേണമെന്നാണ്. 4 സാക്ഷികൾ. വ്യഭിചാര കുറ്റം ഒരു മനുഷ്യനെ മേൽ ആരോപിക്കാനും അയാളെ ശിക്ഷിക്കാനും ഒരു നിയമ സംവിധാനത്തിന് അവകാശമുണ്ടാകുന്നത് 4 സാക്ഷികൾ ഉള്ളപ്പോഴാണെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആ ആയത്തിന്റെ ലംഘനം നടപ്പിലാക്കി ഉമർ എന്ന ന്യായാധിപൻ കണ്ടതുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കാൻ അനുവാദമില്ല എന്ന്. അതാ അവരുടെ നിലപാട്. അവിടെ സൂക്ഷ്മത പുലർത്തിയത്. ഇവിടേക്ക് നമ്മളിവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് നിയമങ്ങൾ ഓരോ കാലത്തും പരിഷ്കരിച്ച് ഒരു പെണ്ണിന്റെ മൊഴി മതി. ഒരു പെണ്ണൊരു മൊഴി നൽകിയാൽ പിന്നെ കുറ്റം സ്ഥിരപ്പെട്ടു, വകുപ്പ് മാറി, പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു, ജാമ്യമില്ല വകുപ്പിൽ അകത്തായി. തെറ്റ് നടന്നിട്ടുണ്ടോ എന്ന് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പോലും പിന്നെ എന്ത് സാഹചര്യമില്ല. ഇനി കോടതിയിലൊക്കെ അതൊക്കെ തെളിയിക്കുമ്പോൾ ഈ കിടന്ന ദിവസങ്ങൾ ഉണ്ടായ മാനഹാനികൾ, മാനനഷ്ടങ്ങൾ, ധനനഷ്ടങ്ങൾ, ജയിൽവാസം, ഇതിനൊക്കെ ആര് പരിഹാരം പറയും? ഒരു തെളിവും വേണ്ട. ഒരു പെൺകുട്ടിക്ക് ആരോട്, ഏത് വ്യക്തിയുടെ വിഷയത്തിലും ആരോപിക്കാം. ലൈംഗികമായി പീഡനം നടത്തിയെന്ന് ആരോപണമുണ്ടായാൽ തന്നെ നടപടിയായി, ജാമ്യമില്ല വകുപ്പ് പ്രകാരം അകത്തായി, കേസിന്റെ പേരിൽ പല വിഷയങ്ങളും വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടും മറ്റുമൊക്കെ പലപ്പോഴും ഇത്തരം നിയമത്തിന്റെ ഈ വകുപ്പുകൾ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പല ആൾക്കാരും. അക്രമമാണ് ഈ ലോകം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മദ്ലൂമിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ചില ഘട്ടങ്ങളിൽ വലിയ ആവേശം കാണിക്കാറുണ്ട് ചില ആൾക്കാർ. അനാവശ്യമായ ആവേശങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കുന്ന ദ്രോഹങ്ങൾക്ക് വലിയ വണ്ണമുണ്ടാകും. ഗൗരവത്തോടെ മനസ്സിലാക്കണം ഇത്തരം വിഷയങ്ങളിൽ. പ്രത്യേകിച്ച് ഈ പള്ളി കമ്മിറ്റിക്കാരും മദ്രസ കമ്മിറ്റിക്കാരും സ്കൂൾ മാനേജ്മെന്റ് ഒക്കെ ഗൗരവത്തോടെ. ചില കുട്ടികൾ എട്ടും പൊട്ടും തിരിയാതെ ചില കുട്ടികൾ അബദ്ധത്തിൽ പറഞ്ഞ ചില വാക്കുകൾ പിടിച്ചിട്ട് സഡൻ ആക്ഷന് വേണ്ടി ഇറങ്ങുമ്പോൾ ന്യായമായും ആത്മാർത്ഥമായും സേവനം അനുഷ്ഠിക്കുന്ന പല അധ്യാപകരും ഉസ്താദന്മാരായിട്ടാകട്ടെ, സ്കൂൾ അധ്യാപകരാകട്ടെ, ട്യൂഷൻ സെന്റർ അധ്യാപകരാകട്ടെ, ചില ആൾക്കാരൊക്കെ നിരപരാധികൾ അകത്ത് കിടക്കുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഏത് കുറ്റവും സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ കുറ്റം പിന്നെ സമൂഹം ആവർത്തിക്കാതിരിക്കുന്ന വിധത്തിൽ കർക്കശമായ നിലയിൽ മാതൃകാപരമായി ജനങ്ങളെ പരസ്യമായി ശിക്ഷിക്കുമ്പോൾ ജനങ്ങൾ പിന്മാറും. സ്വാഭാവികമാണ്. മറ്റൊരു സമൂഹത്തിനുള്ള മെസ്സേജ് കൂടിയാണ് ഓരോ കുറ്റങ്ങൾ നടപ്പിലാക്കുന്ന ശിക്ഷയും. കൊന്നവനെ കൊല്ലുമെന്ന നിയമം ഇസ്ലാം വെക്കുമ്പോൾ ഒരുത്തനെ അങ്ങനെ ശിക്ഷിച്ചാൽ ഏതൊരു മനുഷ്യനും ഒന്നറയ്ക്കും. ഏത് വൈകാരിക ഘട്ടത്തിലും ആയുധമെടുക്കാനും മറ്റുള്ളവനെ കൊല്ലാനുമുള്ള ഒരു മടിയുണ്ടല്ലോ, അത് മറ്റുള്ളവരെ ജീവിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത്രയും കർക്കശമായ ശിക്ഷകൾ ഇസ്ലാമിൽ വെക്കുന്നത്. ഇതൊന്നും രഹസ്യങ്ങൾ ചൂടന്വേഷിച്ച് പിടിച്ച് സ്ഥാപിക്കേണ്ട സംഗതികളല്ല. അതാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് കടന്നുപോയ വഴിയിലാണ് ഒരു വീടിനകത്ത് വെളിച്ചം രാത്രിയും കണ്ടു. ഈ വീടിനകത്ത് ഇപ്പോഴും വെളിച്ചമാണ്, അകത്ത് അട്ടഹാസങ്ങളാണ്, സംസാരമാണ്, കൂട്ടുകാർ ചെന്ന് മദ്യപിക്കുകയാണ് ഇതിനകത്തുനിന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല എന്ന മറുപടി അബ്ദുറഹ്മാൻ ഇബ്നു അഫ്ഫിന്റെ. നമുക്കെന്താ ചെയ്യാനുള്ളത്? അത് അവരുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്താൻ നമുക്കിവിടെ അവകാശമില്ല എന്ന്. സ്വന്തം രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു കുറ്റകൃത്യം ഒരു സമൂഹം വീടിനകത്ത് ചെയ്യുമ്പോൾ പോലും അത് ചൂണ്ടന്വേഷിക്കാനും അതിന്റെ പേരിൽ നടപടിയെടുക്കാനും ആ രാജ്യത്തിന്റെ നേതാവിന് പോലും അവകാശമില്ല എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ സ്വകാര്യതയ്ക്ക്, അയാളുടെ പ്രൈവസിക്ക് ഇസ്ലാം കൊടുക്കുന്ന സംരക്ഷണം എത്ര വലുതാണ് ആലോചിക്കണം. അതിലേക്കുള്ള കടന്നുകയറ്റം ഒരു വിശ്വാസി നടപ്പിലാക്കാൻ പാടില്ല. ഗൗരവത്തോടെ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലും വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സ്വകാര്യത എന്നുള്ളത്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായൊരു അവകാശമാണ്, മൗലികമായ അവകാശമാണ്. അതിൻ്റെ ലംഘനം എന്നുള്ളത് കഠിനമായൊരു കുറ്റകൃത്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇന്ന് സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് മീഡിയകളുണ്ട്. കാര്യങ്ങൾ അറിയാനും അറിയിക്കാനും ലോകത്തിൻ്റെ നാനാദിക്കിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടിയാലും അത് ലോകം മുഴുവനും എത്തിക്കാനുള്ള വകുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ വളരെ അബദ്ധപരമായി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഒരു മെസ്സേജ്, അതിൽ കുറേ തമാശ ഉണ്ടാകും, അല്ലെങ്കിൽ വ്യക്തിഹത്യകൾ ഉണ്ടാകും. ആ വ്യക്തികളെ ഹത്യ ചെയ്തുകൊണ്ട് അവരെ മാനക്കേടാക്കിക്കൊണ്ട് തമാശ രൂപേണ വരുന്ന ചില ട്രോളുകൾ, ചില മെസ്സേജുകൾ, ചില വീഡിയോകൾ, ഇത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ യഥേഷ്ടം പ്രചരിപ്പിക്കുകയാണ്, അടുത്ത ഗ്രൂപ്പിലേക്ക് തട്ടാണ്.
ഒരു കാര്യം കിട്ടിയാൽ അടുത്തൊരു ഗ്രൂപ്പിലേക്ക് തട്ടാണ്. ഒരു സംഘം ആൾക്കാരിലേക്ക് അത് എത്തുന്നു. ആ ഒരു സംഘത്തിൽ നിന്ന് അടുത്തൊരു സംഘത്തിലേക്ക് എത്തുന്നു. പിന്നെ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ക്യാമറ എടുത്ത് പിടിക്കുക. എന്ത് നടന്നാലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളായിരിക്കാം, ഒരു അബദ്ധമായിരിക്കാം, ഒരു മദ്യപിച്ച് മതോന്മത്തനായി റോഡിൽ നിന്ന് കാണിക്കുന്ന അഭ്യാസങ്ങൾ, അത് പെട്ടെന്ന് ഒരു കൗതുകം ഉടനെ മൊബൈൽ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അടുത്തൊരാൾക്ക് ഷെയർ ചെയ്യുക. അത് ദുനിയാവ് മൊത്തം പോകും. മദ്യപിച്ചവൻ ആ മദ്യപാനം നിർത്തിയേക്കാം, അയാൾ പശ്ചാത്തപിച്ച് മടങ്ങിയേക്കാം, ആ പാവങ്ങൾ അവസാനം നന്മയിൽ ജീവിച്ച് മരിച്ചേക്കാം. പക്ഷേ നീ വിട്ട വീഡിയോ അവസാനം വരെ ഇവിടെ ഉണ്ടാവും. നമുക്ക് ജാരിയായ സ്വതക്കകളില്ല, ജാതിയായ ദുൽമകളുണ്ട്. നമ്മൾ മരിച്ചാൽ ഇവിടെ അവശേഷിക്കുന്ന കുറേ അക്രമങ്ങൾ നമ്മളിവിടെ നിക്ഷേപിച്ചിട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ അനുഭവിച്ച് തീരും. ആദ്യത്തെ കൊലപാതകത്തിന്, ആദമിൻ്റെ മകന് അവസാനം വരെയും നടക്കുന്ന കൊലപാതകത്തിന് ഒരു ഓഹരി ഉണ്ടാകുമെന്ന പുണ്യനബി. ഗൗരവമുള്ള വിഷയമാണ്. നമ്മളിവിടെ ചെയ്യുമ്പോൾ നമ്മൾ തിന്മകൾ ഇറക്കി വിട്ടു കൊടുത്തിട്ട് നമ്മൾ മരണപ്പെട്ടു പോയാൽ വലിയ നിലയിൽ നമുക്ക് വലിയ നഷ്ടം സൃഷ്ടിക്കും. അത് ഗൗരവത്തോടെ മനസ്സിലാക്കുക. കിട്ടുന്നതെല്ലാം ഫോർവേഡ് ചെയ്യുന്ന സ്വഭാവങ്ങൾ നിർത്തുക. കഴിവിൻ്റെ പരമാവധി ഇതങ്ങും ഫോർവേഡ് ചെയ്യാതിരിക്കുക. എവിടെ നിന്ന് വന്നാലും എടുത്ത് അങ്ങോട്ട് അടിക്കുക. അത് നമ്മൾ എന്നിട്ട് ഫസ്റ്റ് ഞാൻ ഇട്ടു എന്നുള്ളതിൽ എന്തെങ്കിലും ഫസ്റ്റ് ഞാൻ ആ ഗ്രൂപ്പിലിട്ടത് ഞാൻ നേരത്തെ ഇട്ടിരുന്നു, ഞാൻ ആദ്യം കണ്ടിരുന്നു, അതിലൊക്കെ ഒരു മത്സരബുദ്ധി കാണിക്കുക. അതൊക്കെ വലിയ അബദ്ധമാണ്. അത്തരം ചിന്താഗതികളും കൊണ്ടുനടക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ആശയപരമായി നമുക്കിടയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, സംഘടനാ വ്യത്യാസങ്ങൾ ഒക്കെ നിലനിൽക്കുമ്പോഴും ആശയപരമായ സംവാദങ്ങൾ മാന്യമായ ഭാഷയിലാകാം, അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്. തർക്കം എന്നുള്ളത് ഒരിക്കലും ജയിക്കാൻ വേണ്ടി നടക്കുന്ന തർക്കങ്ങൾക്ക് ഒരു കാരണവശാലും നന്മയുടെ ഒരു വശവും കാണില്ല. ജയിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന തർക്കങ്ങളിൽ ആരും തോറ്റ ചരിത്രവുമില്ല. അതുകൊണ്ട് ഗുണകാംശപരമായിട്ട് ആശയപരമായ ചർച്ചകളാവാം, സംവാദങ്ങളാകാം, പക്ഷേ അതൊന്നും വ്യക്തിഹത്യയാകാൻ പാടില്ല. പലപ്പോഴും പലപ്പോഴും നമുക്കെതിരെയുള്ള സംഘടനകളോ നമുക്കെതിരെയുള്ള വ്യക്തികളോ അല്ലെ ആശയക്കാരോ ഒക്കെ കാണുമ്പോൾ അവൻ്റെ ചരിത്രം ചൂഴ്ന്നെടുക്കുക, എന്നിട്ട് പബ്ലിക്കായി പൊതുവേദിയിൽ നിന്നങ്ങ് പ്രസംഗിക്കുക, എന്നിട്ട് അത് അവിടെ 1000 പേര് കേട്ടത് സഹിക്കാം, അതിനപ്പുറത്ത് അതൊക്കെ ലൈവ് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുക. നാട് നീളെ ഈ വ്യക്തികളെ നമ്മൾ ഈ പണ്ഡിതന്മാരായി ഏറ്റവും കൂടുതൽ പണി ചെയ്യുന്നത് അതിന് കൈയടിക്കാനും തക്ബീർ വിളിക്കാനും അത് കണ്ടിങ്ങനെ പൊട്ടിച്ചിരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാനും ഇരിക്കുന്ന കോമരങ്ങളായ കുറേ ജനങ്ങളും. ഇത് ഒന്നുകിൽ പണ്ഡിതമാർ സ്വബോധത്തോടുകൂടി ഇത് വലിയ തിന്മയാണ്, ആശയ സംവാദങ്ങളാകാം, വ്യക്തിഹത്യ പാടില്ല, ഇത് മോശമാണ്, ഇത് അല്ലാഹുവിന്റെ റസൂലും വിലക്കിയതാണ് എന്ന് ബോധ്യം അവർക്കുണ്ടാകണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ കൈയടിക്കാതെ ചിരിക്കുക, ഉസ്താദ് ഇതൊന്നും അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെ മൗലവി നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ആശയം പറയൂ എന്ന് പറയാൻ ജനങ്ങൾ പക്വത കാണിക്കണം. ഈ രണ്ട് പക്വതയും ഇല്ലാതെ നമ്മൾ കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് ഒരു കണക്കുമില്ല. ഈ മഹാപാതകങ്ങൾ പൊതുവേദിയിൽ ചിരിച്ചും കളിച്ചും ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ അങ്ങ് സ്വർഗത്തിൽ പോകുന്ന സ്വയം കണക്കാക്കി ജീവിക്കുകയും ചെയ്യുക. നല്ല സ്വഭാവമാണിത്. ഇത് അബദ്ധമാണ് ജനങ്ങൾ. നിങ്ങൾക്ക് എന്നാ ഇത് നേരം വെളുക്കുക എന്ന് നമുക്കറിയുന്നില്ല. നിങ്ങൾ എന്ത് ഖുർആനാണ് പഠിക്കുന്നത്, ഏത് ഹദീസാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഗൗരവത്തോടെ ചിന്തിക്കുക. ഈ ഉമ്മത്ത് ഉണരേണ്ട വിഷയമല്ലേ ഇത്? വ്യക്തിഹത്യകൾ നടത്തേണ്ട മേഖലയാണ് പൊതുവേദികൾ. ഉമ്മത്തിന്റെ പൈസ പിരിച്ച് സ്റ്റേജുകൾ ഉണ്ടാക്കുക, എന്നിട്ട് ജനങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും താറടിക്കുക വ്യക്തികളെ. റസൂൽ ശത്രുക്കളുടെ പേര് പരാമർശിക്കാറുണ്ടായിരുന്നില്ല. ശത്രുവിനെ കുറിച്ച് പോലും സംസാരിക്കുമ്പോൾ പേരെടുത്ത് പറയാതെ സംസാരിക്കുന്നതായിരുന്നു രീതി. ഇക്രിമ ഇസ്ലാമിലേക്ക് വന്ന ശേഷം ഇക്രിമയ്ക്കയുടെ വാപ്പയെക്കുറിച്ച് അവർ ജനങ്ങൾ പറഞ്ഞ വാചകമുണ്ട്, ഫറോവ് എന്ന്. സഹാബത്തുള്ള പറഞ്ഞ് അങ്ങനെയും പറയില്ലെന്ന. അബൂജഹൽ ഫറോവ് തന്നെയാണ്. അത്രയും വലിയ ആധുനിക ഫറോവ് എന്ന് പറയാൻ മാത്രം എന്ത് ചെയ്യുക, സ്വഭാവ ദൂഷ്യമുള്ളവൻ, അക്രമകാരിയുമായിരുന്നു. അത്രയും വലിയ അക്രമത്തിന് വിശ്വാസികൾ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അവർ അന്ന് പറഞ്ഞിരുന്ന ആ വാചകമുണ്ടല്ലോ, ഇക്രിമയ്ക്ക് പോലും വിഷമം ഉണ്ടാക്കണമെന്നാണ്, എങ്ങനെ പറയില്ലെന്ന്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കൊടിയ ശത്രുവിനെ കുറിച്ച് പറഞ്ഞ ആ പ്രയോഗം പോലും അരുത് എന്ന് പഠിപ്പിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ എങ്ങനെ എന്ത് ചെയ്യും? അവർക്കും മക്കളുണ്ട്, അവർക്കും കുടുംബങ്ങളുണ്ട്, അവർക്കും പ്രിയപ്പെട്ടവരുണ്ട്. ഈ പരസ്യമായി താറടിക്കുമ്പോൾ എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും വേദന അല്ലേ ഉണ്ടാവുന്നത്? നമുക്ക് മാത്രം നൊമ്പരവും വേദനയും, അവർക്കൊക്കെ പിന്നെന്താണ് വെറും ചതവ് മാത്രമോ? അതും കണക്കാക്കാൻ പാടില്ല. അങ്ങനെയും ചിന്തിക്കാൻ പാടില്ല. വിശ്വാസികൾ ഗൗരവത്തോടെ ചിന്തിക്കണം, ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം, ചിന്തിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.